പങ്കിട്ടു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പത്രമാധ്യമങ്ങളുടെ ആക്രമണം CPIM-നെതിരായി ഉണ്ടായത്. CPIM തോറ്റു, ശരി തന്നെ. അതിന്റെ നേട്ടമാറാണ് ഭൂരിപക്ഷം അംഗങ്ങൾ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരുമാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. അതിനു മുൻപ് വരെ ഇന്ത്യയുടെ പാർലമെന്റിൽ സമ്പന്ന വിഭാഗം ഇന്ത്യയുടെ പാർലമെന്റിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി നിലകൊള്ളും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞാൽ നിഷ്കരണം വലിച്ചെറിയുക, അത്തരത്തിലുള്ള ഒരു നയം ഭരണകൂടത്തിന്റെ നയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരാണ് പറയുന്നത് പെൻഷൻ കൊടുക്കാൻ അവിടെ പണം, പെൻഷൻ കൊടുക്കാൻ പണം കണ്ടെത്തേണ്ടത് അധിക വിഭവ സമാഹരണം നടത്തിയാണ്. കോർപ്പറേറ്റുകൾക്കും സമ്പന്നർക്കും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇളവുകളാണ് ഓരോ വർഷവും ചെയ്തു കൊടുക്കുന്നത്. ആ ഇളവുകൾ ചെയ്തു കൊടുക്കാതെ ഉള്ളവന്റെ പെട്ടിയിൽ നിന്നാണ്, ഉള്ളവന്റെ ധനശേഖരണത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അവന്റെ പണ്ടത്തിൽ നിന്നുമാണ് പണം വലിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് നൽകേണ്ടത്. അല്ലാതെ ദരിദ്രന്റെ പിച്ചപ്പെട്ടിയിൽ നിന്ന് പണം വാരിയല്ല ഈ നാട്ടിലെ സമ്പന്നന്മാരെ കൊഴിപ്പിക്കേണ്ടത്. ഈ ഗവൺമെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമീപനം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം നാട്ടിലെ പാവപ്പെട്ടവരെ കൂടുതൽ പാവപ്പെട്ടവരാക്കുന്ന നിലപാടാണ്. സമ്പന്നർക്ക് കൂടുതൽ താഴേക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. നമുക്കിത് വിസ്മരിക്കാനാവില്ല. പെൻഷനുകൾ വേണ്ട എന്നിപ്പോ സർക്കാർ പറയുന്നു. അതിനെ സമരം ചെയ്ത് തോൽപ്പിച്ചില്ലെങ്കിൽ നാളെ സർക്കാർ പറയും ഇനി മുതൽ DA വർദ്ധിപ്പിക്കേണ്ടതില്ല. ഇത്രയധികം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പൊതുസമൂഹത്തോട് ചോദിച്ചാൽ അവര് സ്വാഭാവികമായും പറയും വേണ്ട. അങ്ങനെ പതിവിറക്കി ചുരുക്കണം ഈ ശമ്പളം മുഴുവൻ എന്ന് സർക്കാരുകൾ നാളെ പറഞ്ഞില്ലെങ്കിൽ എഴുതി വെച്ചോളൂ നിങ്ങൾ. ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരായി പ്രതിഷേധത്തിന്റെ പർവ്വം ഉയർന്നു വന്നില്ലെങ്കിൽ ഈ തെറ്റായ നിലപാടുകളും സമീപനങ്ങളും കൊണ്ട് ഗവൺമെന്റുകൾ മുന്നോട്ട് വന്നു. ജനങ്ങളുടെ പ്രതികരണ ശേഷിയില്ലായ്മ ജനങ്ങളുടെ ദൗർബല്യമായി അവരെ മനസ്സിലാക്കും. ജനങ്ങൾ ഈ നിലപാടുകളോട് യോജിക്കുന്നതായി അതിന് വ്യാഖ്യാനിക്കും. പ്രക്ഷോഭങ്ങളുടെ കാലം അസ്തമിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് സമ്പന്നന്മാരുടെ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഭരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ക്ഷീണം സംഭവിച്ചാൽ, ചെങ്കൊടി താഴ്ന്ന് പറക്കാൻ തുടങ്ങിയാൽ ഈ നാട്ടിൽ ശുഭകരമായിട്ടുള്ള എന്നതെന്ന് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെങ്കൊടി താഴ്ന്ന് പറക്കാൻ തുടങ്ങിയാൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ശബ്ദം സമൂഹത്തിൽ സംസ്കരിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു തുടങ്ങിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നാട് വിൽക്കപ്പെട്ടു എന്ന് നാളെ ജനങ്ങൾ അറിയുക. ചെങ്കൊടി താഴ്ന്നു പറക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാരന്റെ ശബ്ദത്തിന് സമൂഹം വില കൽപ്പിക്കാതെ നടന്നു പോകുമ്പോഴുമാണ്. മുന്നറിയിപ്പുകൾ അവഗണിച്ചവർ ചരിത്രത്തിൽ ഏറ്റവും വലിയ പതിതാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ആ ചരിത്രം വായിച്ചെടുത്തിട്ടുണ്ട്. ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും ജീവൻ പ്രയാസങ്ങളെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ശബ്ദത്തെ നേർത്തതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഈ നാടിന്റെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരല്ല, ഈ രാജ്യത്തിന്റെ പുരോഗതി കാക്ഷിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇടതുപക്ഷത്തെ ദുർബലമാക്കിക്കൊണ്ട് അവർക്കെതിരായി ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ജനദ്രോഹ നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാമെന്നാണ് ഇപ്പോൾ ഭരണകൂടം കരുതുന്നത്. പങ്കാളിത്ത പെൻഷൻ എന്നാശയം പറയാൻ ഇവിടുത്തെ
സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ